നമ്മളിത് പഠിക്കാൻ പോകുന്നത് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ദ ടേം പൊളിറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് പോളിസ് വിച്ച് മീൻസ് സിറ്റി സ്റ്റേറ്റ്. പൊളിറ്റിക്സ് എന്ന ടേം ഗ്രീക്ക് വേർഡായ പോളിസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് സിറ്റി സ്റ്റേറ്റ്സ്. സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വില്ലേജസ് പോലെ. സയൻസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്കയർ, SCIRE, സ്കയർ, വിച്ച് മീൻസ് ടു നോ. സോ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ഈസ് നോൺ ആസ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇനി കമ്മിങ് ടു ദ ഡിഫറെൻറ്റ് വ്യൂസ് എബൌട്ട് ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയുള്ള പല വ്യൂസാണ് നമ്മൾ പറയുന്നത്. ഏൻഷ്യൻ്റ് ഗ്രീക്ക് വ്യൂ ഉണ്ട്, ട്രഡീഷണൽ വ്യൂ ഉണ്ട്, മോഡേൺ വ്യൂ ഉണ്ട്. ഏൻഷ്യൻ്റ് ഗ്രീക്ക് വ്യൂ എന്ന് കേൾക്കുമ്പോഴേ അറിയാം പ്ലേറ്റോയും അരിസ്റ്റോട്ടലിനെ പറ്റിയും ബേസ് ചെയ്തായിരിക്കും നമ്മളത് പറയുന്നത്. As you already know, Aristotle is known as the father of political science. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടലിനെ ആണ്. ഹിസ് വർക്ക് ഈസ് നോൺ എസ്, വർക്ക് എന്ന് വെച്ചാൽ ഹിസ് ബുക്ക് ഈസ് നോൺ എസ് പൊളിറ്റിക്സ്. So, systematic study of politics started with Greek philosophers Plato and Aristotle. പ്ലേറ്റോയും അരിസ്റ്റോട്ടലിലൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ആരംഭിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ ബുക്ക് എന്താണ്? പൊളിറ്റിക്സ് ആണ്. ബട്ട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഡിഡ് നോട്ട് മേക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ആൻഡ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ക്യാൻ ബി വെരി വെൽ കമ്പയർഡ് വിത്ത് ഇന്ത്യൻ വില്ലേജസ്. ഇന്ത്യൻ വില്ലേജസിനോട് സിമിലറാണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൻ്റെ സ്റ്റഡിയാണ് പൊളിറ്റിക്സ്. അരിസ്റ്റോട്ടലിൻ്റെ ബുക്ക് പൊളിറ്റിക്സ് ഉണ്ട്. പ്ലേറ്റോയുടെ ബുക്ക് ഓർക്കുക, റിപ്പബ്ലിക്. പ്ലേറ്റോയുടെ ഒരു ബുക്കിൻ്റെ പേര് റിപ്പബ്ലിക് എന്നാണ്. പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ പ്രൊവൈഡഡ് ദ സബ്ജക്റ്റ് ഓർ സ്റ്റാർട്ടഡ് ദ സബ്ജക്റ്റ് വിത്ത് എ ഡെഫിനിറ്റ് ബേസിസ്. അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷൻ നമുക്കെല്ലാം അറിയാം. അരിസ്റ്റോട്ടിൽ സേസ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മാൻ എന്താണ്? ഒരു സോഷ്യൽ ആനിമലാണ്. ബിക്കോസ് ഫ്രം ബർത്ത് ടു ഡെത്ത് ഹി ലിവ്സ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലാണ് ജനിക്കുന്നതും മരിക്കുന്നത് വരെയും അദ്ദേഹം ആ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് ആൾക്കാർക്ക് മാത്രമേ സ്റ്റേറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ സൊസൈറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇവിടെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ദേ ഡിഡ് നോട്ട് മേക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. സ്റ്റേറ്റും സൊസൈറ്റിയും ഒന്നായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ only two persons can live outside the state, that is God and the beast. ദൈവത്തിനും പിശാചിനും മാത്രമേ സ്റ്റേറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. So he considered state as a moral organization. An individual can realize the idea of moral life in the state. He considered state as a moral organization. ഒരു മോറൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. സ്റ്റേറ്റിന് നന്മയും തിന്മയും ഉണ്ട്. അങ്ങനെ റൈറ്റും റോങ്ങും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെയാണ് സ്റ്റേറ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ഈസ് എ മോറൽ ഓർഗനൈസേഷൻ. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ റിയലൈസ് ദ ഐഡിയ ഓഫ് മോറൽ ലൈഫ് ഇൻ ദ സ്റ്റേറ്റ്. Plato in his work Republic also discussed about the nature of an ideal state. പ്ലേറ്റോ തൻ്റെ ബുക്കായ റിപ്പബ്ലിക്കിലും നല്ല ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹി ഡിസ്കസ്ഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് ആൻ ഐഡിയൽ സ്റ്റേറ്റ്. And according to Plato, it is only in an ideal state that an individual can lead a normal life. നല്ലൊരു ലൈഫ് ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ഇൻ ആൻ ഐഡിയൽ സ്റ്റേറ്റ്. ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് നന്നായി ജീവിക്കാൻ പറ്റൂ എന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. പ്ലേറ്റോയുടെ ഒരു സ്കൂളും ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഇത്തരം ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായി ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ പേരിതാണ് അക്കാഡമി. അതുകൊണ്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അക്കാഡമി എന്നുള്ള ടേം വരുന്നത്. കാരണം പ്ലേറ്റോ തുടങ്ങിയ സ്കൂളിൻ്റെ പേരായിരുന്നു അക്കാഡമി. സോ ഇത്രയേ ഉള്ളൂ ഏൻഷ്യൻ്റ് ഗ്രീക്ക് വ്യൂ, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഇവിടെ രണ്ടുപേരുടെയും ബുക്കിൻ്റെ കാര്യം ഓർക്കുക.
Next is traditional view. Traditional view of politics means that view which the political thinkers adopted up to the decades in the beginning of the 20th century. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ നിന്നിരുന്ന ഒരു ഐഡിയ ആണ് ട്രഡീഷണൽ വ്യൂ. ട്രഡീഷണൽ വ്യൂവിൽ 3 കാര്യങ്ങളെ ഉള്ളൂ തിങ്കേഴ്സ്. പൊളിറ്റിക്കൽ സയൻസ് എന്തിനെപ്പറ്റി പഠിക്കുന്നു എന്ന് ട്രഡീഷണൽ വ്യൂവിൽ ഒരാളോട് നമ്മൾ ചോദിച്ചാൽ 3 കാര്യങ്ങളെ അവർക്ക് പറയാനുള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് സംടൈംസ് സ്റ്റഡീസ് അബൌട്ട് ഓൺലി സ്റ്റേറ്റ്, സംടൈംസ് ഓൺലി ഗവൺമെൻറ് ആൻഡ് സംടൈംസ് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റും ഗവൺമെൻറ്റും മാത്രം പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ട്രഡീഷണൽ വ്യൂ പ്രകാരമുള്ള തിങ്കേഴ്സിൻ്റെ ഒപ്പീനിയൻ. അക്കോർഡിംഗ് ടു ദ ട്രഡീഷണൽ വ്യൂ, പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഓൺലി അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇനിയാണ് നമ്മൾ കുറച്ച് ഡെഫിനിഷനിലേക്ക് പോകുന്നത്. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഗാർണർ, പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ പറ്റി തുടങ്ങുന്നു, സ്റ്റേറ്റിൽ അവസാനിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റിനെ പറ്റി മാത്രം പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ്. രണ്ടാമത്തെ ഡെഫിനിഷൻ ജോൺ സീലിയാണ്. പൊളിറ്റിക്കൽ സയൻസ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഫിനോമിന ഓഫ് ഗവൺമെൻറ് ആസ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വെൽത്ത്, ബയോളജി വിത്ത് ലൈഫ്, algebra with numbers and geography with space and magnitude. ജോൺ സീലിയുടെ ഒപ്പീനിയനിൽ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് പഠിക്കുന്നത്? ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഫിനോമിന ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എക്കണോമിക്സിന് വെൽത്ത് എന്നതുപോലെ, ബയോളജിയിൽ ലൈഫ് പഠിക്കുന്നത് പോലെ, മാത്തമാറ്റിക്സിൽ നമ്പേഴ്സ് പഠിക്കുന്നത് പോലെ, ജോഗ്രഫിയിൽ സ്പേസും മാഗ്നിറ്റ്യൂഡും പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഗവൺമെൻറ്. ആര് പഠിക്കുന്നത്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. Political science investigate the phenomena of government as economics deals with wealth, biology with life, algebra with numbers and geography with space and magnitude. ഇനി അടുത്ത ഡെഫിനിഷൻ പോൾ ജാനറ്റിൻ്റെയാണ്. പോൾ ജാനറ്റ് സേസ് ദാറ്റ് പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ് വിച്ച് ട്രീറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ്. പോൾ ജാനറ്റിൻ്റെ ഒപ്പീനിയനിൽ സ്റ്റേറ്റും ഗവൺമെൻറ്റും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. അതാണ് പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ്. എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സ്റ്റേറ്റിൻ്റെ ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. ഇനി ഗിൽക്രിസ്റ്റ് എന്ന് പറയുന്നത്, ഗിൽക്രിസ്റ്റ് എന്ന പേര് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഗിൽക്രിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ജനറൽ പ്രോബ്ലംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റിനെ പറ്റി പഠിക്കുന്നു. എന്തിനെ പറ്റിയാണ്? ജനറൽ പ്രോബ്ലംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ട്രഡീഷണൽ വ്യൂവിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഗാർണറിൻ്റെ ഉണ്ട്, ജോൺ സീലി ഉണ്ട്, പോൾ ജാനറ്റ് ഉണ്ട്, ഗിൽക്രിസ്റ്റ് ഉണ്ട്. ജോൺ സീലിയുടെയൊക്കെ ഡെഫിനിഷൻ നല്ല രസമാണ്, പഠിക്കണം. പൊളിറ്റിക്കൽ സയൻസ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഫിനോമിന ഓഫ് ഗവൺമെൻറ് ആസ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വെൽത്ത്, ബയോളജി വിത്ത് ലൈഫ്, ആൽജിബ്ര വിത്ത് നമ്പേഴ്സ് ആൻഡ് ജോഗ്രഫി വിത്ത് സ്പേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഗാർണറിൻ്റെയും എളുപ്പം പഠിക്കാം. പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ്. ഇനി മോഡേൺ വ്യൂ ആണ് അടുത്തത് വരുന്നത്. മോഡേൺ വ്യൂവിൽ ഡേവിഡ് ഈസ്റ്റൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, ലാസ്വെല്ലിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. മോഡേൺ വ്യൂ പ്രകാരം ഡേവിഡ് ഈസ്റ്റൻ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ സ്റ്റഡി ഓഫ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. ഇവിടെ വാല്യൂസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സ്റ്റേറ്റ് കുറേ ജോലികൾ ഇൻഡിവിജ്വലിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം കൃത്യമായി ഓരോരുത്തരിലേക്ക് എത്തിക്കുന്നോ എന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇറ്റ് ഈസ് ദ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അവർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്.
ബട്ട് ദ റിസോഴ്സസ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് വെരി ലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡുമാണ്, ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് വെരി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ഓരോരുത്തർക്കായി ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഡേവിഡ് ഈസ്റ്റൺ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഫാർമേഴ്സിന് ഓരോ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫാർമേഴ്സ് സമരം ചെയ്യുകയല്ലേ ഡൽഹിയിൽ, അവരുടെ ആവശ്യങ്ങളുണ്ട്. ബിസിനസ് മെന്നിന് അവരുടെ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം ട്രേഡേഴ്സ്, മെർച്ചൻസിന്, പിന്നെ അല്ലാത്ത വർക്കേഴ്സിന് ഓരോരുത്തരുടെയും വാൺസ് ഡിഫറെൻ്റ് ആണ്, അൺലിമിറ്റഡുമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇവരെ എല്ലാവരെയും ഒരു പരിധിവരെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകണം. അതാണ് their wants are unlimited and it is a duty of the state to allocate limited resources to various sections of society. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഈ ലിമിറ്റഡ് റിസോഴ്സസ് പല സെക്ഷനിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് അവിടെ ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞത് ഇറ്റ് ഈസ് ദ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെയാണ്. ഇവിടെ ഗവൺമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓരോരുത്തർക്കും അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. കണ്ടു, ട്രഡീഷണൽ വ്യൂവിൽ നമ്മൾ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ നമ്മൾ മോഡേൺ വ്യൂവിൽ വന്നപ്പോൾ കണ്ടോ വളരെ കോംപ്ലക്സ് ആയാണ് പറയുന്നത്. എല്ലാ പ്രോസസ്സും അതിലേക്ക് വന്നു. അതാണ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. ഓർത്തിരിക്കാൻ നമുക്ക് ആ ഫാർമേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് തന്നെ ഓർത്താൽ മതി. ഇനി മറ്റൊരു ഡെഫിനേഷൻ ലാസ്വെല്ലിൻ്റെ ഉണ്ട്. ലാസ്വെൽ ഡിഫൈൻസ് പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ ഷെയ്പ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ലാസ്വെൽ പറയുന്നത്. പവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഒരാൾക്ക് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ പവർ എന്ന് വിളിക്കാം. ഇവിടെ പൊളിറ്റിക്കൽ പവറാണ്, പവർ ഓഫ് ദ ഗവൺമെൻറ്. അതിനെ ഷെയ്പ്പ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതുമായുള്ള പ്രോസസ്സിനെ ആണ് എന്ത് പറയുന്നത്, സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. Laswell defines political science as the study of shaping and sharing of political power. It is also the study of who gets what, when and how. ഒരാൾക്ക് എന്ത് കിട്ടുന്നു, എപ്പോൾ കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, അതാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും വേണ്ടിയിട്ട്, നമ്മൾക്കത് 10 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓൺ ടൈമിൽ നമ്മൾക്കത് കിട്ടണം. അത് ഗവൺമെൻറ് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള പ്രോസസ്സുകളെല്ലാം നമ്മൾ പഠിക്കുന്നതിനെയാണ് ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി 3 വർഷം കൊണ്ട് നമ്മളുടെ റിസൾട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ്, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ ഓരോ പ്രോസസ്സിലും ഇതുണ്ട്, ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. റിസൾട്ട് 10th റിസൾട്ട് താമസിച്ചാൽ, +2 റിസൾട്ട് താമസിച്ചാൽ ഒക്കെ നമ്മൾ എന്ത് പറയും, നമ്മൾ ഗവൺമെൻറ് സമയത്ത് ചെയ്തില്ല, വർക്ക് കറക്റ്റായി നടന്നില്ല, പുസ്തകം വരാൻ താമസിച്ചാൽ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയില്ലേ. അതിലെല്ലാം ഈ ടേം ഉണ്ടോയെന്നൊന്ന് ആലോചിച്ചേ. ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. ഒരാൾക്ക് എന്ത് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, എപ്പോൾ കിട്ടുന്നു. അതും എന്തിൻ്റെ സ്റ്റഡിയാണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞ് പഠിച്ചു പോകണം. നെക്സ്റ്റ് ഈസ് ബിഹേവിയറൽ വ്യൂ. പൊളിറ്റിക്കൽ സയൻസ് ഷുഡ് കൺസേൺ ഇറ്റ്സെൽഫ് പ്രൈമർലി വിത്ത് ഒബ്സർവബിൾ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ട്രഡീഷണൽ വ്യൂ പറഞ്ഞു, മോഡേൺ വ്യൂ പറഞ്ഞു, അതിനെല്ലാം ശേഷം വന്ന മറ്റൊരു വ്യൂ ആണ് ബിഹേവിയറൽ വ്യൂ എന്ന് പറയുന്നത്. മീൻസ് ബിഹേവിയറൽ വ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ ബിഹേവിയറിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ബിഹേവിയറൽ വ്യൂ. ഏറ്റവും മോഡേൺ വ്യൂക്ക് ശേഷം ഏറ്റവും അധികം പോപ്പുലറായി പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ച ഒരു വ്യൂ ആണ് ബിഹേവിയറൽ വ്യൂ. Political science should concern itself primarily with
ഒബ്സർവബിൾ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് പൊളിറ്റിക്കൽ സയൻസിൽ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ബിഹേവിയറൽ വ്യൂവിൽ പറയുന്നത്. നമ്മൾ ഇത് കൂടുതലായിട്ട് പഠിക്കും. നമുക്ക് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചസും നമ്മൾ പഠിക്കണം ഇതിനോട് കൂടെ തന്നെ. അപ്പം അതിൽ നമ്മൾ അപ്രോച്ചസിൽ ബിഹേവിയറൽ വ്യൂവും പോസ്റ്റ് ബിഹേവിയറൽ വ്യൂവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടുതൽ സെൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 സെൻസ് ഇതിൽ പഠിക്കുക. പൊളിറ്റിക്കൽ സയൻസ് ഷുഡ് കൺസേൺ ഇറ്റ്സെൽഫ് വിത്ത് ഒബ്സർവബിൾ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അതർ സോഷ്യൽ സയൻസ്. അതാണ് ബിഹേവിയറൽ വ്യൂ എന്ന് പറയുന്നത്. ബിഹേവിയറിൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ പഠിക്കുന്നു. മറ്റ് സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത്രയുമാണ് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്.